എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ ഇന്നൊരു പാലുകാച്ചിന് പോവാം. നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. ഡെയിലി വീഡിയോ ചെയ്യാന്നൊക്കെ ഉള്ള പ്ലാനിലാണ് വന്നത്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റും. നമ്മൾ ഉച്ചയോടുകൂടി ഇറങ്ങിയേക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഊണ് സമയമാകും. പിന്നെ നമ്മൾ നാട്ടിലായതുകൊണ്ട് എല്ലാ ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ലേ. അതുകൊണ്ട് മിക്ക വീഡിയോയിലും നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഡ്രസ്സായിരിക്കും എൻ്റെ കാണുന്നത്. ഇപ്പം നാളെ വിഷു, അതുകൊണ്ട് ഇന്ന് പോയിട്ട് നേരത്തെ വരണം. പിന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കണ്ടേ, അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എറണാകുളത്ത് പോകും. ചിലപ്പോൾ നാളെ വൈകിട്ട് തന്നെ പോകാനൊരു പ്ലാൻ ഉണ്ട്. പോയിട്ട് വീണ്ടും വരും. എന്നാലും കുറച്ച് ദിവസമായില്ലേ അങ്ങോട്ടൊക്കെ പോയിട്ട്. ഞാൻ ഈ അടുത്ത് ഒരു 28 കെട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തെല്ലാം ചെയ്തായിരുന്നു നമ്മുടെ കസിൻ്റെ. പക്ഷേ അതിനകത്ത് കുഞ്ഞിൻ്റെ ആ നൂല് കെട്ടുന്ന സമയം കാണിച്ചപ്പം കുഞ്ഞിനെ കാണിച്ചു. അപ്പോൾ കുഞ്ഞിന് ആ സമയത്ത് ഡ്രസ്സൊന്നും ഇടത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം യൂട്യൂബ് അത് അങ്ങ് റിമൂവ് ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ ലോങ് വീഡിയോ ഇത്ര താമസിച്ചത്. പിന്നെ നമ്മൾ ഇന്ന് പോകുന്നത് അമ്പലപ്പുഴയ്ക്കൊക്കെ അപ്പുറത്തുള്ളൊരു സ്ഥലമാണ്, വൈശ്യംഭാഗം എന്ന് പറയും. അവിടെയാണ് നമ്മുടെ പാലുകാച്ച്. അപ്പം അവിടെ ചെന്നിട്ട് എൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാൻ വീഡിയോ എടുക്കത്തുള്ളൂ. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. നമ്മളിപ്പം നാഷണൽ ഹൈവേ കൂടാണ് യാത്ര ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ഒരു ആക്രിക്കട ഫീലിംഗ് ഒക്കെ ഇല്ലേ, ഈ കമ്പും മുള്ളുമൊക്കെ നിറഞ്ഞിട്ട്. അതുപോട്ടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന SNMHS പുറക്കാടിലാണ് ഞാൻ എൻ്റെ +2 പഠനം പൂർത്തിയാക്കിയത്. ഞാൻ ഇതുവരെ പഠിച്ച സ്ഥാപനങ്ങൾ ഏതെടുത്താലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഈ സ്കൂളാണ് കേട്ടോ. അതൊരു പക്ഷേ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ ഇവിടുത്തെ ഒരു ഡിസിപ്ലിനൊക്കെ ആയിരിക്കാം എന്ന് കരുതി +2ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, 10ാം ക്ലാസ് വരെ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് +2 അങ്ങോട്ട് ചേർന്നപ്പം അവിടെ ഫുൾ ഇംഗ്ലീഷ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അതുപോലെ ഇപ്പം നമ്മൾ വളഞ്ഞ വഴിയിൽ നിന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് കുട്ടനാടിൻ്റെ ഭാഗമായിട്ടോ. നമ്മൾ നാഷണൽ ഹൈവേയിൽ നിന്ന് നമുക്ക് കുട്ടനാട്ടിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റിയൊരു വഴിയാണിത്. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിനും അമ്പലപ്പുഴ ജംഗ്ഷനും ഇടയ്ക്കായിട്ട് നമുക്ക് ചമ്പക്കുളം റോഡുണ്ട് കേട്ടോ. വളഞ്ഞ വഴി ജംഗ്ഷനിലാണ് സംഭവം. പെട്ടെന്ന് കുട്ടനാട് ഭാഗത്തേക്ക് എത്താം. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് കൃഷിയാണ് കാഴ്ച. വയലുകളും തോടുകളും ആറുകളും ഒക്കെ കാണാം. ഈ കാണുന്ന പാലയില്ലേ, ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ പപ്പായുടെ വീട്ടിലേക്കാണ്. ഇവിടെ ഇപ്പം കൊച്ചനും ചിറ്റയും മാത്രമേ ഉള്ളൂ താമസം. ആ വീടിൻ്റെ പാലുകാച്ചിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പപ്പ അമ്മയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വീട് വെച്ചതുകൊണ്ട് എനിക്കിവിടെ താമസിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും കുഞ്ഞിലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സ്ഥലമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ചിലപ്പോഴേ വീഡിയോ ചെയ്തുള്ളെന്ന്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ വരുമ്പോൾ പല ഇമോഷണൽ ആയിട്ടുള്ള മെമ്മറീസൊക്കെ ഓർമ്മ വരും. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ദേ വീടെത്താറായി. ഈ പാലത്തിലൊരു ചേട്ടൻ കിടന്നാണ് പെയിൻ്റ് അടിക്കുന്നത്. അച്ഛമ്മ ഇങ്ങനെ വെയിൽ ഉള്ളിപ്പിക്കും. ഞാൻ അവിടെ നിന്ന് തൊട്ടാവാടിയല്ലേ ചെയ്യുമായിരുന്നു. തൊട്ടാവാടി ഈ ചവിട്ടിവാടിയും ക്ലാപ്പ് വാടിയോ? ക്ലാപ്പോ? കിച്ചുവിന്റെ പേര് കേട്ടോ, ചവിട്ടിവാടി. വരൂ വരൂ. വേണ്ട വേണ്ട, ഇങ്ങ താറാവിരിക്കുന്ന വേണ്ട, അവിടെ ഇരിക്കട്ടെ മോനെ. നമ്മളവിടുന്ന് ഇവിടെ ആറുണ്ട് തൊട്ടടുത്ത്, അവിടെ വന്നിരിക്കുക. പിള്ളേരൊക്കെ ആണെങ്കിൽ ആറിലിങ്ങനെ കല്ല് വലിച്ചുകൊണ്ടിരുന്നുകൊണ്ടിരിക്കുക. പണ്ട് ഇവിടെ കടത്തായിരുന്നേ. ഞങ്ങളുടെ കൊച്ചിലേക്ക് വരുമ്പം അവിടെ വന്ന് അക്കരെ വന്ന് ബസ് ഇറങ്ങും. കാണിച്ചുതരാം. അക്കരെ വന്നിട്ട് ബസ് ഇറങ്ങും. എന്നിട്ട് കടത്ത് കയറിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഈ ഹൗസ് ബോട്ടൊക്കെ പോവും, പിന്നെ വള്ളങ്ങളൊക്കെ പോവും. ഹൗസ് ബോട്ട് അന്ന് നമുക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോൾ ഹൗസ് ബോട്ട് ഒരുപാടായതുകൊണ്ട് അത്ര അങ്ങനെ അത്ഭുതമൊന്നും തോന്നാറില്ല. അവിടെ നിന്ന് ഇങ്ങനെ വള്ളത്തിൽ കയറി വരുമ്പോൾ ഹൗസ് ബോട്ടൊക്കെ വന്നാൽ എനിക്ക് പേടിയാണ്. പിന്നെ ഈ വള്ളത്തിൽ കയറുമ്പോൾ തന്നെ ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കും. എനിക്ക് ആറും തോടുമൊക്കെ കാണുന്നത് ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഇക്കരെ വന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര സമാധാനം. പിന്നെ പോകാനാകുമ്പോഴുള്ള ടെൻഷൻ ഇത് തന്നെ. വന്നെല്ലാവരും അങ്ങനെയായിരുന്നു കൊച്ചിലത്തെ വരവ്. ഇതിപ്പം വന്നിട്ട് ഈ പാലം വന്നിട്ട് ഒരു 10 വർഷം ആയിട്ടില്ല, ഒരു 8 വർഷമൊക്കെ ആയി കാണത്തുള്ളൂ. എൻ്റെ കല്യാണ സമയത്തായിരുന്നു ഈ പാലത്തിൻ്റെ പണി നടന്നപ്പോൾ ജങ്കാറിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ് ഇവിടെ. അപ്പോൾ പപ്പാമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. പപ്പ എന്നാണ് വിളിക്കുന്നത്. പപ്പായുടെ അമ്മ മരിച്ചപ്പോഴത്തേക്ക് അക്കരെ ബോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ആൾക്കാർക്കും വള്ളത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ബോട്ട് ഇട്ടിട്ട് അങ്ങനെ ആ ബോട്ടിൽ കയറി വിടുവർ. അപ്പോൾ നമ്മുടെ അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര അത്ഭുതം പോലൊക്കെ ആയിരുന്നു ഈ ബോട്ടിൽ കയറി ഇപ്പുറത്തിറങ്ങുന്ന കാര്യമൊക്കെ. നമ്മൾ പിന്നെ സ്ഥിരം വരുമ്പോഴൊക്കെ ഇങ്ങനെയാണല്ലോ. എന്നാലും എനിക്ക് ടെൻഷനായി ഇതിൽ കയറുന്നത്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വേവ്സ് ഉണ്ടല്ലോ, ഓളങ്ങളിങ്ങനെ വല്ലുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിത് കാണുമ്പോൾ എന്തോ പോലെ അത്. നമ്മളൊന്ന് റൗണ്ട് അടിച്ച് വന്നപ്പോഴത്തേക്ക് ഊണ് കഴിക്കാമെന്ന് കരുതി. ഇന്നാട്ടിലെ ഊണിൻ്റെ സ്റ്റൈൽ ഇതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒലത്തിറച്ചി, മീൻകറി, പുളിശ്ശേരി, തോരൻ, അവിയൽ, വേണമെങ്കിൽ ഒരു സാമ്പാറും കൂടെ ആവാം. എനിക്കിതിനോട് ഭയങ്കര നൊസ്റ്റാ. പണ്ട് തൊട്ടേ എന്ത് ഫംഗ്ഷനും ആയാലും ഈ ഒരു ഫുഡായിരിക്കുമല്ലോ. ഇന്നത് കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് ബൈ പറഞ്ഞിറങ്ങി കുറച്ച് കണിക്കൊന്നയും കൂടെ സംഘടിപ്പിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഹലോ, ഞങ്ങൾ പാലുകാച്ചിനൊക്കെ പോയിട്ട് വന്നിട്ടേ നാളെ വിഷുവല്ലേ, കണി വയ്ക്കാൻ സാധനം വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ. ഇപ്പോൾ മണ്ണാർശാല അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്.
നമ്മൾ ഉള്ളിലത്തെ റോഡിൽ കൂടെ കയറിയിട്ടാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഹരിപ്പാട് ടൗണിലേക്ക് ഒരുപാട് എളുപ്പ വഴികളുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഈ വളഞ്ഞ വഴി, അതായത് മണ്ണാർശാല വഴിയുള്ള വഴിയാണ് ചൂസ് ചെയ്യാറ്. ഒന്നുമില്ല, നാട്ടിലേക്ക് വരുന്നത് വല്ലപ്പോഴാണ്. അപ്പോൾ പിന്നെ ഇതുവഴിയൊക്കെ ഒന്ന് ബൈക്കിൽ കറങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ മണ്ണാർശാല അമ്പലം കാണുമ്പോൾ ഓർമ്മ വരുന്നത് കമ്പിളി നാരങ്ങ. കാര്യം വേറൊന്നുമല്ല, ഈ ആയില്യം നാളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കമ്പിളി നാരങ്ങ വിൽക്കാൻ വെക്കും. അപ്പോൾ പിന്നെ അത് വാങ്ങാനും എനിക്കിഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും എൻ്റെ മെമ്മറിയിൽ അത് പെട്ടെന്ന് വരുന്നത്. ഇതിപ്പോൾ ഹരിപ്പാട് അമ്പലത്തിൻ്റെ പരിസര പ്രദേശമാണ്. നാളെ വിഷുവിനാണ് ഇവിടെ കൊടിയേറ്റ്. നാളെ തൊട്ട് ഇവിടെ ഭയങ്കര വൈബാണ്. പിന്നെ ഇന്ന് വൈകിട്ടാണ് ഗോവിന്ദൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൈകൊട്ട് കുനിയേ. എന്റെ വിഷു കൈനേറ്റം നോക്കാം. ഞാനിപ്പോ കുറെ ഇട്ടു. എനിക്ക് 1143 രൂപ കിട്ടി. പക്ഷെ ഞാൻ പകുതിയോളം ഇട്ടപ്പോഴാണ് അമ്മ വീഡിയോ എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ അവർക്ക് ബാക്കിയിടാം. പണ്ട് പൗഡർ ടിന്ന് വെച്ചാൽ കുടുക്ക ഉണ്ടാക്കുന്നത്. പൗഡർ തീരുമ്പം അന്ന് ഇതല്ലല്ലോ, ഇരുമ്പിൻ്റെ കണക്ക് മെറ്റലിൻ്റെ ഒരു പൗഡർ ടിന്ന്. ഇപ്പോൾ പ്ലാസ്റ്റിക് അല്ലേ വരുന്നത്. എന്നിട്ട് അത് നമ്മൾ ഭയങ്കര പാടതൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ ആണിയൊക്കെ വെച്ച് ഇങ്ങനെ ചുറ്റിയെ വെച്ചൊക്കെ അടിച്ച് എന്നിട്ടിത് വലുതാക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറ്റി. പിച്ചാത്തിയും പറ്റത്തില്ല, വെട്ടുകത്തിയൊക്കെ പറ്റത്തുള്ളൂ. എന്നിട്ടാണ് കിഴുത്ത ഉണ്ടാക്കുന്നത്, ഇങ്ങനെ കോയിൻ കയറുന്ന രീതിയിൽ. അന്ന് കൂടുതലും കോയിൻസാണ് കിട്ടുന്നത്, അതാണ് ഇടുന്നത്. ഈ പൈസ എല്ലാം എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ ഖത്തറിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കും. പിന്നെ അമ്മമ്മയ്ക്കും അച്ഛാമ്മയ്ക്കൊക്കെ ഒരു ഗോൾഡിന്റെ ഓ. അങ്ങനെ ഈ വിഷു കൈനീട്ടത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊക്കെ എത്ര രൂപ വിഷു കൈനീട്ടം കിട്ടിയെന്ന് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. Bye.